ചോദ്യം വായിക്കുക. ഒരു സമാന്തര ശ്രേണിയുടെ 25-ാം പദം 72-ഉം 72-ാം പദം 25-ഉമായാൽ 37-ാം പദം എത്ര? ഈ ശ്രേണി ഒന്ന് നോക്കിയാൽ നമുക്കൊരു പ്രത്യേകത കാണാൻ പറ്റും. അതിൻ്റെ 25-ാം പദം എന്ന് വെച്ചാൽ A25 എത്രയാണ്? 72 തിരിച്ച് 72-ാം പദം 25. ഇങ്ങനെ തിരിച്ചും മറിച്ചും കണ്ടോ, 25-ാം പദം 72, 72-ാം പദം 25, ഇങ്ങനെ തിരിച്ചും മറിച്ചും തരാം. റിവേഴ്സായിട്ട് തരുന്ന പരിപാടികളുണ്ട്. അങ്ങനെ തരുമ്പോൾ ഓർത്തിരിക്കേണ്ട കാര്യം, ഇങ്ങനെയുള്ള ശ്രേണികൾ തന്നു കഴിഞ്ഞാൽ നമുക്ക് എല്ലാം വൺ വേർഡാണ്. അവിടെ ആദ്യം പഠിക്കേണ്ടത് ഇങ്ങനെയുള്ള ശ്രേണികളുടെ പൊതുവ്യത്യാസം എപ്പോഴും -1 ആയിരിക്കുമെന്നതാണ്. ഈ പൊതുവ്യത്യാസം മൈനസ് വന്നിരിക്കുന്നത് കൊണ്ട് തന്നെയാണ് ഈ ആൾക്ക് എല്ലാം വൺ വേർഡായിട്ട് മാറുന്നത്. അപ്പം നമുക്കിനി ഇവിടെ പൊതുവ്യത്യാസം കിട്ടി, ഏത് പദം വേണേലും കണ്ടുപിടിക്കാം. ഏത് പദം വേണേലും. ഇപ്പോൾ ഇവിടെ ചോദിച്ചിരിക്കുന്നത് 37-ാം പദമാണ്. ഏത് പദം ചോദിച്ചാലും നിങ്ങൾ ചെയ്യേണ്ടത്, ഇങ്ങനെയുള്ള ശ്രേണികളിൽ നമ്മൾ ചെയ്യുന്നത്, ഈ വന്നിരിക്കുന്ന രണ്ട് സംഖ്യകൾ അങ്ങ് പ്ലസ് ചെയ്യുക. 72 + 25. എന്നിട്ട് എത്രാമത്തെ പദമാണോ ചോദിച്ചിരിക്കുന്നത് ആ സംഖ്യ അങ്ങോട്ട് മൈനസ് ചെയ്യുക. 72 25 കൂട്ടി 37 കുറക്കുക. അപ്പോൾ ആൻസർ എത്ര കിട്ടും? 60 എന്ന് കിട്ടും. ഓപ്ഷൻ സി ആണ് നമ്മുടെ ആൻസർ. ചോദ്യം വായിക്കുക. 12.5% പകുതിയുടെ ദശാംശ രൂപം എത്ര? നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് 12.5% എന്ന് എഴുതിയിടുക. 12.5%. അപ്പോൾ എത്ര? ഇവിടെ നമുക്ക് ഈ 12 × 2 കണ്ടുപിടിക്കാം. അപ്പോൾ 24 കിട്ടും. അതിനൂടെ മേലിലുള്ളവർ ഒന്നുകൂടെ കൂട്ടുക. അപ്പോൾ 25/2. അങ്ങനെയാണ് അയാളെ ഭിന്നസംഖ്യയാക്കി മാറ്റുക. ശതമാനം ഉള്ളതുകൊണ്ട് താഴെ ഒരു 100 കൂടെ കൊടുക്കണം. ഇതാണ് 12.5%. ഈ 12.5% എന്ന് പറയുമ്പോൾ 25/2 × 100. ഇതാണ് 12.5%. ഇയാളുടെ പകുതി എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പം നമുക്ക് ഇൻറ്റു എത്ര കൂടെ കൊടുത്തേക്കണം? 1/2. അപ്പം നമുക്ക് ഇൻറ്റു ചെയ്യുമ്പോൾ 25 × 1, മുകളിൽ 25 1 കൂടെ മാത്രം ഗുണിക്കണം. അപ്പോൾ 25. താഴെ നമുക്ക് 2 ഗുണിക്കുമ്പോൾ 4, പിന്നൊരു 100. ഇയാൾക്ക് നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും ഡിവൈഡ് ചെയ്ത് നിങ്ങൾക്ക് ചെയ്യാം. കുറച്ചുകൂടെയൊക്കെ നമുക്ക് കംഫർട്ടായിട്ട് ചെയ്യാനായിട്ട് നമ്മൾ ചെയ്യുന്നത് 25/4 × 100. ഡിനോമിനേറ്റർ ഓൾറെഡി 100 കിടപ്പുണ്ട്. ഈ 4നെയും എനിക്ക് 100 ആക്കാൻ പറ്റിയാൽ ഉപകാരമാണ്. അതിന് ഞാൻ ചെയ്യേണ്ടത് എത്ര? 25 × 4 ആണ് എത്ര? 100. അപ്പം ഞാൻ മുകളിലും 25 കൊണ്ട് ഗുണിക്കും, താഴെയും 25 കൊണ്ട് ഗുണിക്കും. കണ്ടോ? അപ്പോൾ മുകളിൽ ഈ 25 കൂടെ ഗുണിക്കുമ്പോൾ 625 എന്ന് വരും. താഴെ ഓൾറെഡി ഒരു 100 കിടപ്പുണ്ട്. പിന്നെ ഈ 4ഉം 25 കൂടെ ഗുണിക്കുമ്പോൾ വീണ്ടും ഒരു 100 വരും. കണ്ടോ? 625 താഴെ ഇപ്പോൾ എത്ര 0? 4 0 ഉണ്ട്. 4 0 വന്നാൽ 4 സ്ഥാനം മാറ്റി കുത്തിരണം. അപ്പം 625 എന്ന് പറയുമ്പോൾ 3 സ്ഥാനമല്ലേ ഉള്ളൂ. ഇവിടെ ഒരു 0 കൂടി ഇട്ട് കൊടുത്തിട്ട് ദശാംശം ഇടണം. അപ്പോൾ ആൻസർ എത്ര? 0.0625. ഓപ്ഷൻ എ ആണ് നമ്മുടെ ആൻസർ. ആദ്യം ചോദ്യം വായിക്കുക. 3 7 11 എക്സെട്ര എന്ന സമാന്തര ശ്രേണിയുടെ ആദ്യത്തെ 20 പദങ്ങളുടെ തുകയേക്കാൾ എത്ര കൂടുതലാണ് 8 12 16 എന്ന ശ്രേണിയുടെ ആദ്യത്തെ 20 പദങ്ങളുടെ തുക? നമുക്ക് ഈ രണ്ട് ശ്രേണീനെ ഒന്ന് പരിഗണിക്കാം. ആദ്യത്തെ ശ്രേണി ആരാണ്? 3 7 11 എക്സെട്ര. അങ്ങനെയുള്ള ശ്രേണിയുടെ എത്ര പദങ്ങളാണ്? 20 പദങ്ങളെന്നാണ് പറഞ്ഞിരിക്കുന്നത്. രണ്ടാമത്തെ ശ്രേണി എങ്ങനെയാണ്? 8 12 16 എക്സെട്ര. ഇതും എത്ര പദങ്ങൾ തന്നെയാണ്? 20 പദങ്ങൾ. ആദ്യത്തെ ശ്രേണി നോക്കിയാൽ എത്രയാണ്? 3 7 വ്യത്യാസം 4, 11 അല്ലേ 7 വ്യത്യാസം, അങ്ങനെ 4 കൂടി പോകുന്ന ശ്രേണിയാണ്. എന്ന് വെച്ചാൽ പൊതുവ്യത്യാസം 4 ആണ്. രണ്ടാമത്തേലും ഇത് എത്ര തന്നെയാണ്? 4 തന്നെയാണ്. അപ്പോൾ ആദ്യത്തേലെ പൊതുവ്യത്യാസം നമുക്ക് 4 ആണ്. രണ്ടാമത്തേലും പൊതുവ്യത്യാസം എത്ര തന്നെയാണ്? 4 ആണ്. അപ്പോൾ പൊതുവ്യത്യാസം ഒരുപോലെയാണ്. ഇനി ആദ്യത്തെ ശ്രേണിയിലും 20 പദങ്ങൾ തുകയാണ്. രണ്ടാമത്തിൽ എത്ര തന്നെയാണ്? 20 പദങ്ങൾ. അങ്ങനെ പൊതുവ്യത്യാസം തുല്യമായതും പദങ്ങളുടെ എണ്ണം എത്ര പദങ്ങളുടെ തുകയാണെന്ന് ചോദിച്ചിരിക്കുന്നത്, അത് രണ്ടും തുല്യമായിട്ട് വന്നാൽ നമുക്കൊരു ചെറിയ വൺ വേർഡ് ഉണ്ട്.
അതിങ്ങനെയാണ്. ഈ ആദ്യ പദങ്ങളുടെ വ്യത്യാസം എടുക്കുക. ഏതൊക്കെയാണ്? 8 - 3. ഇനി എത്ര പദങ്ങളുടെ തുകയാണ് രണ്ടിലും പറഞ്ഞിരിക്കുന്നത്? 20. ആ 20 കൂടെ ഒന്ന് കാണിച്ചേക്കുക. 8 - 3 5 5 × 20. അപ്പോൾ ആൻസർ എത്ര കിട്ടി? 100 എന്ന് കിട്ടി. നമ്മുടെ ഓപ്ഷൻ ഡി ആണ് നമ്മുടെ ആൻസർ. ചോദ്യം വായിക്കുക. ഒരു പരീക്ഷ എഴുതിയ 260 വിദ്യാർത്ഥികളിൽ 91 പേർ തോറ്റു എങ്കിൽ വിജയ ശതമാനം എത്ര? ഇവിടെ ആകെ 260 പേരുണ്ട്. ആകെ എത്ര പേരുണ്ട്? 260 പേർ. ഇതിൽ 91 പേർ തോറ്റു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. എങ്കിൽ എത്ര പേർ ജയിച്ചു എന്നറിയാൻ എന്ത് ചെയ്യണം? 260ൻ്റെ അകത്തുനിന്ന് 91 കുറച്ചാൽ മതി. അത്രയും പേര് ജയിച്ചു. 169 പേർ ജയിച്ചു. അപ്പം 260 പേർ പരീക്ഷ എഴുതിയതിൽ 91 പേർ തോറ്റു, 169 പേർ ജയിച്ചു എന്നാണ് ചോദ്യത്തിൽ പറഞ്ഞിരിക്കുന്നത്. നമുക്ക് വേണ്ടത് വിജയ ശതമാനമാണ്. അപ്പം നമ്മൾ പറയണത് ഇത്രയേ ഉള്ളൂ. ആകെ എത്ര പേർ പരീക്ഷ എഴുതി? 260 പേർ പരീക്ഷ എഴുതി. എത്ര പേർ ജയിച്ചു? വിജയ ശതമാനം ആകുമ്പോൾ എത്ര പേർ വിജയിച്ചു? 169 പേർ വിജയിച്ചു. ശതമാനമാക്കാൻ 100 കൂടെ കൊടുത്തേക്കുക. ഒരു 0 നമ്മൾ വെട്ടി. 169ഉം 26ഉം 13ൻ്റെ ടേബിളിൽ പറ്റും. 13 × 13 ആണ് 169. 13 × 2 ആണ് 26. 2 10 വെട്ടാം 5 തവണ. 13 × 5 എത്രയാണ്? 65% നമ്മുടെ വിജയ ശതമാനം. ഓപ്ഷൻ സി ആണ് നമ്മളുടെ ആൻസർ. ചോദ്യം വായിക്കുക. ചതുരാകൃതിയിലുള്ള ഒരു പുരയിടത്തിന് 50 മീറ്റർ നീളമുണ്ട്. പരപ്പളവ് 1500 മീറ്റർ സ്ക്വയർ ആയാൽ പുരയിടത്തിന് ചുറ്റും കിട്ടുന്ന വേലിയുടെ നീളം എത്ര? ഇപ്പോൾ തന്നിരിക്കുന്നതിനകത്ത് ആദ്യം പറഞ്ഞിരിക്കുന്നത് നീളം എത്ര എന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലേ? നീളം 50 എന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നീട് പറഞ്ഞിരിക്കുന്നത് പരപ്പളവ് എന്ന് വെച്ചാൽ വിസ്തീർണം അഥവാ ഏരിയ എന്ന് പറയുന്ന ആളാണ്. ഏരിയ അതാണ് എത്ര? 1500 എന്ന് പറഞ്ഞിരിക്കുന്നു. ഒരു ചതുരത്തിൻ്റെ പരപ്പളവ്, അത് വിസ്തീർണം, ഏരിയ എന്നൊക്കെ പറയുന്ന അതിൻ്റെ ഇക്വേഷൻ എന്താണ്? പരപ്പളവിൻ്റെ ഇക്വേഷൻ L × B. അപ്പം L × B ആണ് നമുക്ക് തന്നിരിക്കുന്ന 1500 എന്ന് പറയുന്നത്. ഇതിൽ L എന്ന് പറയുന്ന ആൾ നമുക്ക് ഓൾറെഡി തന്നിട്ടുണ്ട്. എത്രയാണ്? 50. അപ്പോൾ അവിടെ Lന് വരെ 50 എന്ന് കൊടുക്കണം. × B അതാണ് 1500. അപ്പോൾ B എങ്ങനെ കണ്ടുപിടിക്കാം? 1500/50. 0 0 വെട്ടി 5ഉം 15 കൂടെ 3 തവണ. അപ്പോൾ ഒരു 3 ഒരു 0 കൂടെ അപ്പോൾ 30. ഇനി നമ്മുടെ ചോദിച്ചിരിക്കുന്നത് പുരയിടത്തിന് ചുറ്റും കെട്ടുന്ന വേലി, അതിൻ്റെ പേരാണ് ചുറ്റളവ്. ചുറ്റും കെട്ടുന്ന വേലി എന്ന് പറയുമ്പോൾ ചുറ്റളവ്. എന്താണ് ചതുരത്തിൻ്റെ ചുറ്റളവ് എന്ന് വെച്ചാൽ? ചതുരത്തിൻ്റെ ചുറ്റളവിൻ്റെ ഇക്വേഷൻ എന്താണ്? 2 × L + B എന്ന് വെച്ചാൽ 2 × നീളം നമുക്കിവിടെയുണ്ട് 50, വീതി എത്ര? 30. 50ഉം 30ഉം കൂടെ കൂട്ടുക 80 അല്ലേ? അപ്പോൾ 2 × 80 ആൻസർ 160 മീറ്റർ എന്ന ആൻസർ. നമ്മുടെ ഓപ്ഷൻ എ ആണ് നമ്മുടെ ആൻസർ. എ ആണ് ആൻസർ. ചോദ്യം വായിക്കുക. ഒരു ക്രിക്കറ്റ് മത്സരത്തിൻ്റെ ആദ്യ 10 ഓവറിൽ റൺ റേറ്റ് 3.8 ആയിരുന്നു. ബാക്കി 40 ഓവറിൽ എത്ര റൺ റേറ്റ് ഉണ്ടെങ്കിൽ 288 റൺസ് ലക്ഷ്യത്തിലെത്തും? ഈ ചോദ്യം വായിക്കുമ്പോൾ ആദ്യം ലഭിക്കേണ്ട 2 കാര്യങ്ങളാണ്. ഒന്ന്, ആദ്യത്തെ 10 ഓവർ റൺ റേറ്റ് 3.8. ബാക്കി 40 ഓവർ ഇനി ഉണ്ട് എന്ന് പറയുമ്പോൾ ആകെ എത്ര ഓവറുണ്ട്? ആദ്യം 10 പിന്നെ 40, ആകെ എത്ര ഓവറുണ്ട്? 50 ഓവർ മാച്ചാണ്. ഇതിൽ ആദ്യത്തെ 10 ഓവറിലാണ് റൺ റേറ്റ് എത്ര? 3.8 എന്ന് പറയുക. എന്ന് വെച്ചാൽ ഓരോ ഓവറിൽ 3.8 വെച്ച് ആദ്യത്തെ 10 ഓവറിൽ എത്ര റൺസ് നേടി? 10 ഓവറിൽ 3.8 റൺ റേറ്റ് എന്ന് വെച്ചാൽ അർത്ഥം എന്താണ്?
ഒരു ഓവറിൽ 3.8 വെച്ച്. അപ്പോൾ 10 ഓവറാകുമ്പോൾ എത്രയായി? 10 ഇൻറ്റു 3.8 38 റൺസാണ് ആദ്യത്തെ 10 ഓവറിൽ നേടിയിരിക്കുന്നത്. ഇനി എനിക്ക് അടുത്ത 40 ഓവറിൽ എത്ര റൺസ് നേടണം എന്നാണ് ആദ്യം ഞാൻ നോക്കേണ്ടത്. എനിക്ക് ആകെ എത്ര റൺസ് എത്തണം? 288 റൺസ് എനിക്ക് ആകെ എത്തണം. അപ്പോൾ 288 റൺസ് നേടണം. അതിൽ ഇപ്പോൾ എനിക്കൊരു 38 റൺസ് കിട്ടിയിട്ടുണ്ട്. ഇനി ബാക്കി എത്ര റൺസ് ഉണ്ട്? അപ്പോൾ 288 മൈനസ് എത്ര? 38. 288 കുറക്കുക, 250 എന്ന് നമുക്ക് കിട്ടും. അപ്പോൾ ഇനി എത്ര റൺസ് കൂടെ മിച്ചം നേടണം? 250 റൺസ് ഇനി നേടിയാലേ 288 എത്തുള്ളൂ. ഇപ്പം 38 റൺസ് മാത്രമേ ഞാൻ നേടിയിട്ടുള്ളൂ. 288 എത്തണമെങ്കിൽ ഇനി 250 റൺസ് കൂടെ എനിക്ക് നേടണം. അതിനായിട്ട് എൻ്റെ മുമ്പിൽ 40 ഓവറുണ്ട്. അപ്പോൾ 40 ഓവർ കൊണ്ട് ഞാൻ ഇനിയുള്ള 40 ഓവറിൽ എനിക്ക് എത്ര റൺസ് നേടണം? 250 റൺസ് ആകെ നേടണം. അപ്പം റൺ റേറ്റ് അഥവാ ശരാശരി എന്ന് പറയുമ്പോൾ എത്രയായിരിക്കും? ആ 250 ആണ് എനിക്ക് വേണ്ട റൺസ്. എൻ്റെ മുന്നിൽ 40 ഓവറുണ്ട്. 40 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. 0 വെട്ടിപ്പോയി. 25-നെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. ഇങ്ങനെ കളം വരച്ച് ഡിവൈഡ് ചെയ്യാം, വെട്ടി ചെയ്താലും കുഴപ്പമില്ല. 25-നെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. 6 തവണ 6 4 24, ശിഷ്ടം 1, ഒരു പോയിൻ്റ് ഇട്ടപ്പോൾ 0 ആയി. 10-ൽ 2 തവണ 4 2 8, ശിഷ്ടം 2, അവിടെ ദശാംശം ഉള്ളതുകൊണ്ട് 0 ഇട്ട് കൊടുക്കാം. 20-ൽ 5 തവണ, അങ്ങനെ 6 പോയിൻ്റ് എത്ര കിട്ടി? 2.5 എന്ന് പറയുന്നു. അപ്പം ഇനിയുള്ള 40 ഓവറുകളിൽ 6.25 എന്ന റൺ റേറ്റ് ഉണ്ടെങ്കിൽ 288 റൺസിൽ നമുക്ക് എത്തിച്ചേരാം. ചോദ്യം വായിക്കുക. ഒരു ക്ലാസ്സിലെ ആൺകുട്ടികളുടെയും പെൺകുട്ടികളുടെയും എണ്ണം 1:3 എന്ന അംശബന്ധത്തിലാണ്. 8 പെൺകുട്ടികൾ മാത്രം വരാതിരുന്ന ദിവസം ആൺകുട്ടികളുടെ എണ്ണത്തിൻ്റെ ഇരട്ടി പെൺകുട്ടികളുണ്ടായിരുന്നു എങ്കിൽ ക്ലാസ്സിലെ ആകെ കുട്ടികളുടെ എണ്ണം എത്ര? ഇവിടെ ആദ്യം പറഞ്ഞിരിക്കുന്നത് ബോയ്സിൻ്റെയും ഗേൾസിൻ്റെയും ആൺകുട്ടികളുടെയും പെൺകുട്ടികളുടെയും അംശബന്ധമാണ്. അതെങ്ങനെയാണ്? ബോയ്സ് ഗേൾസ് അല്ലേ, ഈക്വൽ ടു എത്ര? 1:3 എന്നാണ്. നമുക്ക് വേണമെങ്കിൽ ബോയ്സിനെ 1x എന്നെടുക്കാൻ, നമ്മൾ പണ്ട് പഠിച്ച പോലെയൊക്കെ നിങ്ങൾക്ക് മനസ്സിലാകാനായിട്ട്. ഗേൾസിന് വേണമെങ്കിൽ 3 ആയതുകൊണ്ട് 3x എന്നെടുക്കാം. അംശബന്ധത്തിൽ കിടക്കുന്ന സംഖ്യ വെച്ചിട്ട് 1x എന്ന് വെച്ചാൽ x എന്നാണ് അർത്ഥം കേട്ടോ. ഇനി എന്താണ് പറഞ്ഞിരിക്കുന്നത്? അപ്പം ഇപ്പം 1x ആൺകുട്ടികളുണ്ട്, 3x പെൺകുട്ടികളുണ്ട്. ഇനി എന്താണ് പറഞ്ഞിരിക്കുന്നത്? 8 പെൺകുട്ടികൾ മാത്രം വരാതിരുന്ന ദിവസം എന്ന് വെച്ചാൽ 3x പെൺകുട്ടികൾ ഉണ്ടായിരുന്നു ക്ലാസ്സിൽ, 8 പേർ വന്നില്ല എന്ന് വെച്ചാൽ 8 പേരെ കുറക്കണം. ആ ദിവസം എന്താണ് സംഭവം? ആ 8 പെൺകുട്ടികൾ മാത്രം വരാതിരുന്ന ദിവസം ആൺകുട്ടികളുടെ എണ്ണത്തിൻ്റെ ഇരട്ടി പെൺകുട്ടികൾ ഉണ്ടായിരുന്നു. കിട്ടിയോ? ആൺകുട്ടികളുടെ എണ്ണം എത്ര? 1x അല്ലേ? അതിൻ്റെ ഇരട്ടിയാണ് പെൺകുട്ടികളുടെ എണ്ണം. കണ്ടോ? അപ്പോൾ 3x - 8 എന്ന് വെച്ചാൽ 2 × 1x അഥവാ 2x. ഇത് 8 പെൺകുട്ടികൾ വരാതിരുന്ന സമയത്ത് കണക്ക്. ഇത് ആൺകുട്ടികൾ 1x ആയിരുന്നു, അവരുടെ ഇരട്ടി ഉണ്ട് എന്ന് പറഞ്ഞതാണ് 2 കൊണ്ട് ഗുണിച്ചത്. അപ്പോൾ നമുക്ക് ഇയാളെ സിംപ്ലിഫൈ ചെയ്താൽ മതി. എന്താ? 3x - 8 എന്ന് വെച്ചാൽ എത്രയാ? 2x എന്നാണ്. എക്സ് എല്ലാം ഒരു സ്ഥലത്തുണ്ട്. ഇവിടെ 3x ഉണ്ട്. ഈ +2x ഇങ്ങോട്ട് വരുമ്പോൾ -2x, ഈ -8 അങ്ങോട്ട് പോകുമ്പോൾ +8. നമുക്ക് സിംപ്ലിഫൈ ചെയ്യുമ്പോൾ എക്സിൻ്റെ വില എത്ര കിട്ടി? എക്സിൻ്റെ വില 8 എന്ന് കിട്ടി. ഇനി നമുക്ക് എന്താണ് ആൺകുട്ടികളുടെ പെൺകുട്ടികളുടെ എണ്ണമൊക്കെ പറയാം. എത്രയാണ്? 1:3 ആണ്. അപ്പോൾ ആൺകുട്ടികളുടെ എണ്ണം ചോദിക്കാനാണെങ്കിൽ എങ്ങനെ പറയും? ആൺകുട്ടികളുടെ എണ്ണമാണെങ്കിൽ 1 × 8, 1x എന്നല്ലേ. അപ്പം പെൺകുട്ടികളുടെ എണ്ണമാണ് ചോദ്യമെങ്കിലോ 3 × 8 എത്രയാണ്? 24. ഇനി ആകെ എത്ര പേരുണ്ടെന്ന് ചോദിച്ചാൽ എന്ത് പറയാം? ടോട്ടൽ 8 + 24 എത്ര പേര്? 32 പേരുണ്ട്. അപ്പോൾ 32 നമ്മുടെ ആൻസർ. നമ്മുടെ സി ആണ് നമ്മുടെ ആൻസർ. സി. ചോദ്യം വായിക്കുക. ഒരാൾ 75 km/മണിക്കൂർ വേഗതയിൽ വണ്ടി ഓടിക്കുന്നു എങ്കിൽ 50 മിനിറ്റിൽ അയാൾ സഞ്ചരിച്ച ദൂരം എത്ര? ഇവിടെ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളൊക്കെ ഒന്ന് എഴുതിയിട്ടേ. ആദ്യം വേഗത പറഞ്ഞിട്ടുണ്ടല്ലേ. അപ്പോൾ സ്പീഡ് അഥവാ വേഗത എത്രയാണ്? 75 km/മണിക്കൂർ. സമയവും പറഞ്ഞിട്ടുണ്ട്. എത്രയാണ്?
അപ്പോൾ ടൈം 50 മിനിറ്റ്. ഇവിടെ മണിക്കൂറിലാണ് പറഞ്ഞിരിക്കുന്നത്, ഇവിടെ എന്തിലാണ്? മിനിറ്റിലാണ്. അപ്പോൾ നമുക്ക് ഈ മിനിറ്റിനെ മണിക്കൂറിലേക്ക് മാറ്റണം. 50 മിനിറ്റിനെ മണിക്കൂറാക്കാൻ എന്ത് ചെയ്യണം? ബൈ 60. 50/60 മണിക്കൂർ. ഇവിടെ മണിക്കൂറിൽ പറഞ്ഞുകൊണ്ടാണ് നമ്മൾ ഇയാളെ മണിക്കൂറിലേക്ക് മാറ്റിയിരിക്കുന്നത്. ഇനി എന്താണ്? ഡിസ്റ്റൻസ് കണ്ടുപിടിക്കാൻ നമ്മൾ ഉപയോഗിക്കുന്ന ഇക്വേഷൻ എന്താണ്? ഡിസ്റ്റൻസ് എന്ന് വെച്ചാൽ എന്താണ്? സ്പീഡും ടൈമും കൂടെ ഗുണിച്ചാൽ മതി, എന്ത് കിട്ടും? ഡിസ്റ്റൻസ് അല്ലേ? അങ്ങനെ നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ ഇക്വേഷൻ. സ്പീഡ് ഇൻറ്റു ടൈം അല്ലേ? വേഗതയെ സമയം കൊണ്ട് ഗുണിച്ചാൽ ദൂരം കിട്ടും. പറ, വേഗത 75 ടൈം എത്രയാണ്? 50/60 നമുക്ക് വെട്ടി ചെറുതാക്കിയാൽ മാത്രം മതി. 0 0 വെട്ടി 6 വെട്ടാം. നമുക്ക് 3ൻ്റെ പട്ടികയിൽ 2 തവണ ഇവിടെ വെട്ടാം. 75 3ൻ്റെ പട്ടികയാണ്. 7 2 തവണ ശിഷ്ടം 1. അപ്പോൾ 25. 25 5 കൂടെ കുടിക്കുമ്പോൾ എത്ര കിട്ടാം? 125 കിട്ടാം. ബൈ 2 ഡിവൈഡ് ചെയ്ത് നോക്കിക്കേ. 125 2 കൊണ്ട് 12. 12 എത്ര പ്രാവശ്യമുണ്ട്? 6 തവണയുണ്ട്. 5 എത്ര തവണയുണ്ട്? 2 തവണയുണ്ട്. ശിഷ്ടം 1. ആ 1ൻ്റെ പകുതി എത്രയാ? 0.5. അങ്ങനെ 62.5 കിലോമീറ്റർ എന്ന ആൻസർ. നമ്മുടെ ബി ആണ് ആൻസർ. ആൻസർ ബി ആണ് നമ്മുടെ ഉത്തരം. ചോദ്യം വായിക്കുക. 32 - 1/5 -27 - 2/3 എത്രയെന്നാണ് ചോദ്യം. അപ്പോൾ നമ്മുടെ ചോദ്യത്തിൽ പറഞ്ഞിരിക്കുന്നതൊക്കെ ഇങ്ങനെയൊക്കെയാണ്. 32 - -1/5 27 - -2/3 എത്ര എന്നാണ് ചോദ്യം. 32 നമുക്ക് സൈഡിൽ ഇങ്ങനെ 2 കൊണ്ടൊക്കെ ഫാക്ടർ ചെയ്യാൻ അറിയാമല്ലോ. 32 2 കൊണ്ട് ചെയ്ത് 2 കൊണ്ട് അങ്ങനെ ചെയ്യുമ്പോൾ എത്ര കിട്ടാം? 16. വീണ്ടും 2 കൊണ്ട് 8, 2 കൊണ്ട് 4, 2 കൊണ്ട് 2. അങ്ങനെ 32 നമുക്ക് 2/5 എന്ന് എഴുതാം. പിന്നെ എത്ര എഴുതാം? ഒരു -1/5 ഉണ്ട്. 27 നമുക്കറിയാം 3ൻ്റെ ക്യൂബാണ്. ആര്? 27. പിന്നെ പവർ എത്രയുണ്ട്? -2/3 ഉണ്ട്. നമ്മൾ a⁻m എന്ന് പറയുന്ന ഒരാളെ പഠിച്ചിട്ടുണ്ട്. എന്തായിരുന്നു? a⁻m n. ഒരാൾക്ക് തന്നെ 2 പവറുകൾ വന്നാൽ 2 പവറും കൂടെ ഒരുമിച്ച് ഗുണിക്കണം. അപ്പോൾ ഇവിടെ 2/2 5 എന്നൊരു പവറുണ്ട്, -1/5 ഉണ്ട്. അപ്പോൾ 2 പവറും കൂടെ ഗുണിക്കണം. അപ്പോൾ 2 അല്ലേ? ഇവിടെ 5 ഉണ്ട്, പിന്നെ ഒരു -1/5 ഉണ്ട്. അതുപോലെ ഇവിടെയും 3/3 -2/3 കൂടെ ഗുണിക്കണം. ആദ്യത്തിനകത്ത് 5 5 വെട്ടിപ്പോയി, 2/-1. ഇതിൻ്റെ അകത്തോ 3 3 വെട്ടിപ്പോയി, 3/-2. ഈ മൈനസ് പവറുകളെ നമ്മൾ എന്താ ചെയ്യുക? 2/-1 എന്ന് പറഞ്ഞാൽ 1/2 എന്നാണ്. 2/1 എന്നാണ്. 3/-2 എന്ന് വെച്ചാലോ എത്രയാ? 1/3² എന്നാണ്. അപ്പോൾ 1/2 എന്ന് വെച്ചാൽ 1/2 ആണ്. -1/3² എത്ര? 1/9. ക്രോസ് മൾട്ടിപ്ലൈ ചെയ്തേ. 1 × 9 9 -1 × 2 2 ഡിവൈഡ് ബൈ 9 2s are 18. 9 2 എത്ര കിട്ടി? 7/18. നമ്മുടെ ഉത്തരം ബി ആണ്. നമ്മുടെ ഉത്തരം ബി ആണ്. നമ്മുടെ uttara. ചോദ്യം വായിക്കുക. 224 × 375 × 1375 ഗുണനഫലത്തിൽ അവസാനം തുടർച്ചയായ എത്ര പൂജ്യങ്ങൾ ഉണ്ടാവും? നമുക്കിതൊക്കെ നമ്മുടെ മുൻവർഷത്തെ ക്വസ്റ്റ്യൻ നമ്മൾ കണ്ടിട്ടുള്ളതാണിത്. സ്ഥിരമായൊരു മോഡലാണ്. ഇതൊരു മുൻവർഷ ക്വസ്റ്റ്യനാണ്. അപ്പോൾ ഇതെങ്ങനെയാണ്? ഇതിനകത്ത് ഇങ്ങനെ കുറേ സംഖ്യകൾ 3 4 5 സംഖ്യകളൊക്കെ തരാറുണ്ട്. തന്നിട്ട് നമ്മളത് പറയും ഇവ തമ്മിൽ ഇൻറ്റു ചെയ്യുമ്പോൾ ഫൈനൽ ആൻസർ കിട്ടുന്ന എന്താണോ അതിൻ്റെ അവസാനം എത്ര പൂജ്യം ഉണ്ടാകും എന്നാണ് ചോദിക്കുന്നത്. അവസാനം തുടർച്ചയായത് ഒറ്റയുടെ സ്ഥാനം മുതൽ പുറന്നോട്ട് നോക്കുമ്പോൾ എത്ര പൂജ്യങ്ങൾ തുടർച്ചയായിട്ടുണ്ട് എന്നാണ് ചോദ്യം. ഇങ്ങനൊരു ചോദ്യം വരുമ്പോൾ നമ്മൾ എപ്പോഴും ഓർക്കേണ്ടത് ഈ തന്നിരിക്കുന്ന സംഖ്യകൾ ഇപ്പോൾ 224 375 1375 ഇവരെയൊക്കെ പ്രൈം ഫാക്ടറൈസേഷൻ നടത്തണം. 2 3 5 7 11 13 പോലെയുള്ള പ്രൈം നമ്പർ ഉപയോഗിച്ച് ഫാക്ടർ ചെയ്യണം.
അവിടെ പ്രത്യേകം ആലോചിക്കേണ്ടത് നമുക്കിവിടെ 2ഉം 5ഉമാണ് ഇമ്പോർട്ടൻറ്റ്. ബാക്കി ഒരാളെയും നമ്മളിവിടെ എടുക്കാറില്ല. പൂജ്യങ്ങൾ എന്ന് പറയുമ്പോൾ 5ഉം 2ഉം ചേരുമ്പോൾ 10, ആ 10ന് പകരമാണ് പൂജ്യങ്ങൾ അവിടെ നമ്മൾ ആഡ് ചെയ്യുന്നു. അപ്പോൾ നമ്മൾ ഈ ഫാക്ടർ ചെയ്യുമ്പോൾ ആകെ എത്ര 2 വരും, ആകെ എത്ര 5 വരും എന്നാണ് നമുക്ക് തിരക്കേണ്ടത്. അപ്പം ഞാനും അതുതന്നെ ചെയ്യുന്നു. 224 എന്ന് പറയുന്ന സംഖ്യയെ ആദ്യം ഞാൻ എടുക്കുന്നു. 224 ഇയാളെ ഞാൻ 2 കൊണ്ട് എനിക്ക് പറ്റും. 2 കൊണ്ടും 5 കൊണ്ടും മാത്രം നോക്കിയാൽ മതിയേ. 224 1 1 2 112 കിട്ടി. വീണ്ടും 2 കൊണ്ട് 11ൽ 5 തവണ ശിഷ്ടം 1 ഉണ്ട്. 12ൽ 6 തവണ 56. വീണ്ടും 2 കൊണ്ട് 5ൽ 2 തവണ ശിഷ്ടം 1 6ൽ 16ൽ 8 തവണ. വീണ്ടും 2 കൊണ്ട് 2ൽ 1 തവണ 8ൽ 4 തവണ. വീണ്ടും 2 കൊണ്ട് 7 തവണ. ഇതുപോലെ 375 ഞാൻ ചെയ്യാൻ വേണ്ടി പോകുന്നു. 375 2 കൊണ്ട് പറ്റില്ല. പിന്നെ എനിക്ക് വേണ്ടത് 2 പറ്റില്ല, പിന്നെ 5 മാത്രം നോക്കിയാൽ മതി. വേറെ ഒരാളെ നമുക്ക് ആവശ്യമില്ല. അപ്പോൾ 5 കൊണ്ട് നോക്കാം. 37 എത്ര പ്രാവശ്യമുണ്ട്? 7 5 35 ശിഷ്ടം 2 25ൽ 5 തവണ. വീണ്ടും 5 കൊണ്ട് പറ്റും. 75ൽ നമുക്ക് എത്ര തവണയുണ്ട്? 7ൽ 1 തവണ ശിഷ്ടം 2 25ൽ 5 തവണ. വീണ്ടും 5 കൊണ്ട് 3 തവണ. ഇനി 1375നെയും നമ്മൾ ഇതുപോലെ ഫാക്ടർ ചെയ്യണം. ഞാൻ പറഞ്ഞ പോലെ 5ഉം 2ഉമേ നോക്കുന്നുള്ളൂ. ഇവിടെ 2 പറ്റത്തില്ല, പിന്നെ 5 നോക്കിയാൽ മതി. 1375 5 വെച്ച് നോക്കാം. 13ൽ എത്ര പ്രാവശ്യമുണ്ട്? 5 2 തവണ ശിഷ്ടം 3 37ൽ 7 തവണ ശിഷ്ടം 2 25ൽ 5 തവണ. വീണ്ടും 5 കൊണ്ട് ചെയ്യുന്നു. 27 എത്ര പ്രാവശ്യമുണ്ട്? 5 തവണ ശിഷ്ടം 2 25ൽ എത്ര തവണ? 5 തവണ. വീണ്ടും 5 കൊണ്ട് എത്ര തവണ? 11 തവണ. ഇനി നമുക്ക് നോക്കേണ്ടത് ഇവിടെ ആകെ എത്ര 2കൾ വന്നിട്ടുണ്ട്? 1 2 3 4 5. ഇപ്പം 2കൾ എത്ര? 2⁵5 അഥവാ 5 എണ്ണം വന്നിട്ടുണ്ട്. 5 എത്ര പ്രാവശ്യം വന്നു? 1 2 3 4 5 6 മുഴുവനുള്ള കൗണ്ട് ചെയ്യണേ. അപ്പോൾ 5�6 അഥവാ 6 എണ്ണം വന്നിട്ടുണ്ട്. അപ്പോൾ 2 5 എണ്ണം വന്നിട്ടുണ്ട്, 5 6 എണ്ണം വന്നിട്ടുണ്ട്. ഇതിൽ ഏറ്റവും കുറവ് എണ്ണം ആരാണ്? 5 എണ്ണം. അപ്പോൾ എത്ര പൂജ്യം ഉണ്ടാവും? അവസാനം 5 പൂജ്യം ഉണ്ടാവും. അപ്പോൾ ചെയ്യുന്നതിന് ലോജിക്ക് ഇങ്ങനെയാണ്. തന്നിരിക്കുന്ന ആളെ ഫാക്ടർ ചെയ്യുക. ഫാക്ടർ ചെയ്യുമ്പോൾ 2ഉം 5ഉം മാത്രം നോക്കിയാൽ മതി, വേറെ ഒരാളെ നോക്കണ്ട. എല്ലാ ക്വസ്റ്റിലും അങ്ങനെയൊക്കെ തന്നെയാണ്. ഈ മോഡൽ എത്ര പൂജ്യം ഉണ്ടാവും എന്ന് ചോദിക്കുന്ന എല്ലാ ക്വസ്റ്റിലും ഈ മോഡലാണ്. അപ്പോൾ അതിനെ നമ്മൾ 2ൻ്റെയും 5ൻ്റെയും പവറായിട്ട് നമ്മൾ എഴുതുക. അഥവാ എത്ര 2 ഉണ്ട് എത്ര 5 ഉണ്ടെന്ന് ചെയ്യാൻ മതി. ആകെ എല്ലാത്തിലും കൂടെ എണ്ണണം കേട്ടോ. ഒരെണ്ണത്തിൽ മാത്രമായിട്ടല്ല എണ്ണ, എല്ലാത്തിലും കൂടെ എണ്ണണം. ഇപ്പോൾ ഇവിടെ 2 ഇവിടെ മാത്രമേ വന്നിട്ടുള്ളൂ, ആദ്യം മാത്രം. അതുകൊണ്ട് അവിടെ മാത്രം എണ്ണിയത്. എവിടെയൊക്കെ 2 ഉണ്ടോ അതെല്ലാം എണ്ണണം. എണ്ണി 2 എത്ര എണ്ണം വന്നിട്ടുണ്ട്? ഇവിടെ 5 എണ്ണമാണ് വന്നിരിക്കുന്നത്. ഇവിടെ 5 എണ്ണം വന്നിരിക്കുന്നത്. ആ 5 എത്ര പ്രാവശ്യം വന്നിരിക്കുന്നു? മൊത്തം 1 2 3 4 5 6 തവണ വന്നിട്ടുണ്ട്. ഇതിൽ കുറഞ്ഞ എണ്ണം ഏതാണ്? 5 ആണ്. 5 എണ്ണം, ഇത് 6 എണ്ണം. അപ്പോൾ 5 എണ്ണം എന്ന് പറയുന്നതാണ് കുറവെണ്ണം. ആ 5 ആണ് നമുക്ക് പറഞ്ഞിരിക്കുന്നത്. 5 പൂജ്യങ്ങൾ അവസാനം ഉണ്ടാകും. കുറവായിട്ടുള്ള എണ്ണം ഏതാണോ അത്രയും പൂജ്യങ്ങൾ അവസാനം ഉണ്ടാകും. അപ്പം ആൻസർ എത്രയാണ്? 5 പൂജ്യങ്ങൾ ഉണ്ടാകും. ഓപ്ഷൻ സി ആണ് നമ്മുടെ ആൻസർ.